ഒരു വർഷം കഴിഞ്ഞുള്ളൂ, പ്രതിഷ്ഠ കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഒരു മൂലകുടുംബം എന്ന് പറഞ്ഞാൽ ഈ മതിൽക്കെട്ടിന്റെ പുറത്ത് ഒരു പ്രതിഷ്ഠ കൂടി ഉണ്ട്, ശക്തിപീഠം എന്ന് പറഞ്ഞാൽ. അതിന്റെ പ്രതിഷ്ഠാ ദിനമാണ് ഈ 2025 ജൂൺ 29 ഞായറാഴ്ച രാവിലെ. രാവിലെ തന്നെ ചടങ്ങുകളൊക്കെ തുടങ്ങും. അത് മഹാവിശേഷാൽ ഇതാണ്. ഒരു 30ഓളം പ്രസാദങ്ങൾ ഉണ്ടെന്നുള്ളതാണ് അന്നത്തെ ദിവസം. അന്ന് ദേവിക്ക് നേദിക്കുന്ന പ്രസാദങ്ങൾ 30ഓളം വിഭവങ്ങളുണ്ട്. അതുപോലെ ഇവിടെ ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് മഹാചണ്ഡികാഹോമം നടന്നു. നല്ല ജനം ഉണ്ടായിരുന്നു. ഈ മലയാള ചലച്ചിത്ര സംവിധായകൻ ഷാജി കൈലാസ് അങ്ങനെയുള്ള അറിയപ്പെടുന്ന വ്യക്തികളൊക്കെ ഇവിടെ എത്തിയിരുന്നു. ഞങ്ങളിന്ന് ആലുവ ചൊവ്വരയിലുള്ള ശക്തി രൂപേണ ആദി പരാശക്തി ക്ഷേത്രത്തിലേക്കാണ് വന്നേക്കുന്നത്. ഞങ്ങളുടെ റിലേറ്റീവ്സ് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു അമ്പലം ഒരു വർഷമായിട്ട് ഇവിടെ ഉള്ളത് അറിഞ്ഞത്. റിലേറ്റീവ്സിൻ്റെ കൂടെ ഞങ്ങളും ഇവിടെ വന്ന് തൊഴുതു. ഇപ്പം ഞാൻ കാണിച്ച എൻട്രൻസ് അമ്പലത്തിൻ്റെ മുൻപിലായിട്ട്, അതായത് കിഴക്കേ ഭാഗത്തുള്ള എൻട്രൻസ് ആണ് കേട്ടോ. അതിൻ്റെ മുൻപിലൊരു പോക്കറ്റ് റോഡ് പോലെയാണ് കണ്ടത്, മെയിൻ റോഡായിട്ട് തോന്നിയില്ല. പിന്നെ ഞങ്ങൾ വന്നത് ആലുവ ദേശം വഴി ചൊവ്വരയിലേക്ക്. അപ്പോൾ അമ്പലത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള എൻട്രൻസിൽ കൂടെയാണ് കടന്നത്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ അമ്പലത്തിൻ്റെ മുമ്പിൽ തന്നെയുണ്ട്. അമ്പലത്തിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് റെയിൽവേ ട്രാക്കാണ്, എപ്പോഴും ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നാളും കൂടി കഴിഞ്ഞ് ഇവിടുത്തെ ഗാർഡനൊക്കെ ഇതിലും അടിപൊളിയാക്കും എന്നാണ് തോന്നണത്. ഇപ്പം മഴ സീസണായ കാരണം പുല്ലൊക്കെ നിറഞ്ഞേക്കാണ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ വാസ്തുശില്പ രീതികൾ ഇടകലർത്തിയാണ് ഇവിടുത്തെ നിർമ്മിതികൾ. ഉയർന്ന 3 ഗോപുരങ്ങൾ നമുക്ക് ഫ്രണ്ടിൽ തന്നെ കാണാം. ഡൈനാമിക് ടെക്നോ മെഡിക്കൽസ് എന്ന സ്ഥാപനം നടത്തുന്ന സാറ് ഇവിടെ ഒരു വെയർഹൗസ് പണിയാനായിട്ട് സ്ഥലം വാങ്ങിയതാണ് അത്രേ. 7 ഏക്കറാണ് ഈ സ്ഥലം. അതിന് കുറ്റിയടിക്കാൻ വന്ന സമയത്ത് ഇവിടെ ദേവചൈതന്യം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇവിടെ ആദിപരാശക്തി ദേവിയെ വെച്ച് ആരാധിച്ചു. അങ്ങനെയാണ് ഈ അമ്പലത്തിൻ്റെ തുടക്കം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 3 ഗോപുരങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ സെൻറ്ററിലൂടെയുള്ള ഗോപുരത്തിലൂടെ ക്ഷേത്രത്തിലേക്ക് കടന്നു ചെല്ലാണ്. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണുന്നത് വലിയൊരു നടപ്പുരയാണ്. ആ നടപ്പുരയിൽ നിന്ന് നേരെ കാണുന്നത് മഹാവിഷ്ണുവിൻ്റെ ശ്രീകോവിലാണ്. 2 സൈഡിലായിട്ട് ആദിപരാശക്തി ദേവിയും ശിവകുടുംബമാണ്. ആദ്യം തൊഴുന്നത് ആദിപരാശക്തി ദേവിയാണ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിനുള്ളിലേക്ക് കടന്നിട്ട് ലെഫ്റ്റിലുള്ള ആദിപരാശക്തി ദേവിയുടെ ശ്രീകോവിലിലേക്കാണ് പോണത്. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ തന്നെ വഴിപാട് റെസിപ്റ്റ് എടുക്കാനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഞങ്ങളവിടെ നിന്ന് വഴിപാടൊക്കെ എഴുതിച്ചു. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ദീപാരാധനയുടെ സമയമായിരുന്നു. ഞങ്ങൾ ഉള്ളിൽ കയറി തൊഴുതു. ശ്രീകോവിലിന് മുമ്പിലായിട്ട് അമ്മയുടെ വാഹനമായ സിംഹപ്രതിഷ്ഠയുണ്ട്. സിംഹപ്രതിഷ്ഠയുടെ നേരെയുള്ള ആദിപരാശക്തി ദേവിയെ തൊഴുതിറങ്ങുമ്പോൾ ഗണപതിയുടെ കോവിലാണ്. ഇവിടെ പ്രധാനമായിട്ട് 3 ശ്രീകോവിലുകളുണ്ട്, 3 കൊടിമരമുണ്ട്. ശ്രീ ആദിപരാശക്തി, ശിവകുടുംബം, മഹാവിഷ്ണു എന്നിങ്ങനെയാണ്. പിന്നെ കുറേ അധികം ഉപദേവതകളുണ്ട്. നാഗദേവത, ബ്രഹ്മരക്ഷസ്, ആദിത്യൻ, സോമൻ, ഹനുമാൻ, അങ്ങനെ ഇവിടെ 8 ചെറിയ കോവിലുകൾ നമുക്ക് കാണാം. ഈ ഉപദേവതകളെയൊക്കെ തൊഴുത് കഴിഞ്ഞ് നമ്മൾ കടക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലേക്കാണ്. ഈ കോവിലിനടുത്തായിട്ട് കൃഷ്ണനും രാധയുണ്ട്. അതുപോലെ കുറച്ച് ഉപദേവതകളും കൂടി ഈ ഭാഗത്തുണ്ട്. റെഡ് അലേർട്ട് പറഞ്ഞ ദിവസമാണ് ഞങ്ങൾ ഈ അമ്പലത്തിൽ വന്നത്. പക്ഷെ വൈകിട്ട് വരെ തീരെ മഴയുണ്ടായിരുന്നില്ല. ഈ സമയം ഇപ്പോൾ തകർത്ത് പെയ്യാൻ തുടങ്ങി മഴ. 3 ശ്രീകോവിലും കയറി വഴിപാട് ചെയ്ത് തൊഴുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. പ്രദക്ഷിണം വയ്ക്കുമ്പോഴും മഴയായിരുന്നു. പക്ഷെ അതൊരു നല്ലൊരു ഐശ്വര്യവും ഒരു അനുഭൂതിയും കിട്ടിയ പോലെ എനിക്ക് തോന്നിയത്. ഈ അമ്പലം എന്ന് സ്റ്റാർട്ട് ചെയ്തത്
സ്റ്റാർട്ട് ചെയ്തതിന്റെ ഒരു 16 മുതലൊക്കെ ഇവിടെ ഈ ക്ഷേത്രം ഇതൊരു ഫാക്ടറി, ഒരു വെയർ ഹൗസിന് ഒരു ഫാക്ടറി നടത്തുന്ന ഡൈനാമിക് ടെക്നോ മെഡിക്കൽസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം നടത്തുന്ന ഒരു സാറ് ഇവിടെ ഒരു വെയർ ഹൗസ് പണിയാനായിട്ടാണ് ഇവിടെ ഈ സ്ഥലം വാങ്ങി അങ്ങനെ ഉദ്ദേശത്തോടെ ചെയ്തത്. അപ്പൊ അതിന്റെ കുറ്റിവെക്കാൻ ചടങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഇവിടെ വന്ന സമയത്ത് ഇവിടെ ദേവചൈതന്യമുണ്ട്, ഒരു ബിസിനസ് കാര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ സാറ് അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചു. സാറ് ആദ്യം ഒരു ഓലഷെഡിലായിരുന്നു ഇവിടെ ഒരു വർഷങ്ങളോളം ഒരു 2 അടി ഹൈറ്റുള്ള ഒരു ആദിപരാശക്തി ദേവി ഒക്കെ വെച്ച് ആരാധിച്ചു. തുടക്കം അങ്ങനെ അന്ന് തുടങ്ങി ചൈതന്യം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പൊ ഒരു കഴിഞ്ഞ 2024 മാർച്ച് മാസം വിഷ്ണുവിന്റെ 15-ാം തീയതി വിഷ്ണുവിന്റെ പ്രതിഷ്ഠയായിരുന്നു, വിഷ്ണു ഭഗവാന്റെ. അത് കഴിഞ്ഞ് മാർച്ച് 25-ാം തീയതി തന്നെ ശിവകുടുംബത്തിന്റെ പ്രതിഷ്ഠയായിരുന്നു. ഏപ്രിൽ 26-ാം തീയതി ആദിപരാശക്തിയുടെ പ്രതിഷ്ഠ. അതിനോടനുബന്ധിച്ച് ഈ ഉപപ്രതിഷ്ഠയുടെ ചടങ്ങുകളും അതിന്റെ കൂട്ടത്തിൽ തന്നെ നടന്നു. വിഗ്രഹങ്ങൾ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള പ്രതിഷ്ഠകൾ തന്നെയാണ്, 20ഓളം എല്ലാം തന്നെയുണ്ട്. ഒരു അറ്റത്തുനിന്ന് തുടങ്ങുകയാണെങ്കിൽ ശരിക്കും സർപ്പപ്രതിഷ്ഠയുണ്ട്, രക്ഷസ് ഉണ്ട്, സൂര്യഭഗവാൻ, സോമൻ, പിന്നെ ഏകമുഖ ഹനുമാൻ, പഞ്ചമുഖ ഹനുമാൻ, മഹാകാളി, വൈഷ്ണവി ദേവി, ഭദ്രകാളി, പിന്നെ കാലഭൈരവൻ, ഗോമാതാവ്, സപ്തമാതാക്കള്, നവഗ്രഹങ്ങള്, വീരഭദ്രൻ, അങ്ങനെ എല്ലാ പ്രതിഷ്ഠകളും ഉണ്ട്. രാത്രി നമ്മള് ഈ കൂടുതൽ നമുക്ക് ഇത് കിട്ടുന്ന ഒരു ദേവതയുടെ ഇത് പറഞ്ഞില്ലേ, ശേഷം സപ്തമാതാക്കളില് 5ാമത്തെ പ്രതിഷ്ഠയായ വരാഹിമൂർത്തി, വരാഹി ദേവിനെ ശരിക്കും ആരാധിച്ച നല്ല പവർഫുൾ ആണെന്നാണ് പറയണത്. വരാഹി ദേവിയുടെ മന്ത്രമുണ്ട്, ചൊല്ലിക്കഴിഞ്ഞാൽ നല്ല പവർഫുൾ ആണ്. മെയിനായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടിയിട്ടാണ് മാറിക്കിട്ടും. ശരിക്കും ഗോൾഡൻ മന്ത്രം എന്ന് പറയുന്നത് മറ്റേ ഓം വജ്രഘോഷോ നമാമി. ഇവിടെ ഈ അമ്പലത്തിൽ തന്നെ അതിന്റെ മന്ത്രത്തിന്റെ ബുക്ക് വല്ലതും ഉണ്ടോ? ഇല്ല, നമ്മള് സെർച്ച് ചെയ്താൽ കിട്ടാവുന്നുള്ളൂ. ഞങ്ങൾക്കും വളരെ ഇഷ്ടമായി. നല്ലൊരു ഐശ്വര്യം കഴിയുമ്പോ തന്നെ നമുക്ക് മനസ്സിനൊരു കുളിർമയുണ്ട്. അത് ആരും ഒരു മോശം അഭിപ്രായം പറയണില്ല. വന്നൂരെല്ലാവരും നല്ല സന്തോഷമായിട്ടാണ്. ഞങ്ങൾ അന്ന് വന്നത് ഞങ്ങൾ 4-5 പേരെ വന്നുള്ളൂ. ഇപ്പൊ ഞങ്ങൾ എല്ലാവരും കുടുംബത്തിലെ എല്ലാവരെയും കൊണ്ടുവന്നിരിക്കുന്നു. ഇനി ഞങ്ങളെല്ലാവരും ഇനി വരാനുണ്ട്, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കര അതിശയം. ഇത് ഇവിടെ അല്ല, വേറെ ഏതൊരു രാജ്യത്ത് ഉള്ള അമ്പലത്തിന്റെ മുഖച്ചാരി നമുക്ക് കിട്ടിയാണ്. അതിനുള്ള ഐശ്വര്യം ഉണ്ടായത് അത് ഇത് ചെയ്ത ഈ സാറും പറയുന്നത് അത് തന്നെ ഉദ്ദേശം കൊണ്ടാണ്. സാറ് പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും കൂടുമ്പോ നമ്മുടെ കുടുംബത്തിൽ സന്തോഷമാണ്, കൂടുമ്പോ നമ്മുടെ കുടുംബത്തിന് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ എന്ന് പറഞ്ഞ മാതിരി ഇപ്പൊ വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിലാണെങ്കിലും ശ്രീദേവി, ഭൂദേവി, മഹാവിഷ്ണു കുടുംബസമേതമാണ്. അതുപോലെ കൃഷ്ണക്ഷേത്രത്തിൽ നോക്കിയാലും രാധാകൃഷ്ണൻ, കൃഷ്ണൻ, രാധയും കൃഷ്ണനും കൂടിയിട്ടുള്ളതാണ്. ഒരു മുരുകക്ഷേത്രത്തിൽ നോക്കുകയാണെങ്കിലും വള്ളി, ദേവയാനി, കാർത്തികേയൻ എല്ലാവരും കുടുംബസമേതം. ശിവകുടുംബത്തിലാണെന്നുണ്ടെങ്കിൽ ശരിക്കും ശിവൻ, പാർവതി, സുബ്രഹ്മണ്യൻ, മുരുകൻ, അതായത് സെൻട്രൽ ശ്രീകോവിലിൽ നിന്ന് കാണാം. പിന്നെ ഇടതുവശത്ത് നോക്കുകയാണെങ്കിൽ വേട്ടക്കരൻ, ശാസ്താവ്, പിന്നെ പെൺമക്കളായിട്ട് അശോകസുന്ദരി, ജ്യോതി, ഭദ്രകാളി, അങ്ങനെ കുടുംബസമേതം ഒറ്റ ശ്രീകോവിലില്. നമുക്ക് വേറൊരു സ്ഥലത്ത് പോയിട്ട് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. എല്ലാം അവര് കുടുംബസമേതം ഇരിക്കുമ്പോ നമ്മള് ചെല്ലുമ്പോ അവര് കുടുംബ സന്തോഷമായിട്ടിരിക്കുമ്പോ നമുക്ക് അതിന്റെ ഒരു അംശം കിട്ടും. അത് തന്നെ തീർച്ചയായിട്ടും. എന്റെ പേര് അരവിന്ദാക്ഷൻ. തുടക്കം തൊട്ട് ഉള്ളതല്ലേ? ആണോ? ഞാൻ സാറിന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന 18 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. ഇതിന്റെ കുറ്റി വെച്ച കാലം കൂടി സാർ ഇവിടെ നോക്കാൻ പറഞ്ഞു. സാറിന്റെ പേര് വാസുദേവൻ. ആലുവ തന്നെയാണ് സ്വദേശം. സാറിന്റെ കുടുംബക്ഷേത്രമാണ് ശരിക്കും. കുടുംബക്ഷേത്രമായിട്ട് എന്നുവെച്ചാൽ അതിലുപരി ജനങ്ങൾക്കെല്ലാം അനുഗ്രഹം കിട്ടണം എന്നുള്ളൊരു നല്ലൊരു മനുഷ്യനാണ്. മാത്രമല്ല അതെ, എല്ലാ കുടുംബങ്ങൾക്കും എല്ലാ ജനങ്ങളും ഒരു വേർതിരിവില്ല. വിശ്വാസികൾക്ക് എല്ലാവർക്കും എന്ന് തൊഴാവുന്ന ഒരു അങ്ങനെയാണ്. 3 ശ്രീകോവിലിൻ്റെ ഉള്ളിലെ വിഗ്രഹങ്ങൾ കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട്.
പ്രധാന ശ്രീകോവിലിന് മാത്രമല്ല എല്ലാ ഉപദേവതകളുടെയും വിഗ്രഹങ്ങളും ശില്പകലകളും വളരെ ഭംഗിയായിട്ടുണ്ട് ഇവിടെ. മാർബിൾ വിഗ്രഹങ്ങളാണ് കൂടുതലും. പിന്നെ മരപ്പണികളും കൊത്തുപണികളും ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ വാൾ പെയിൻറ്റിങ്സും നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ അമ്പലത്തിൽ കാണുന്ന ചുറ്റുവിളക്കുകൾ എണ്ണ വിളക്കുകളല്ല, ഇലക്ട്രിക് ലാമ്പാണ് കേട്ടോ. ഈ അമ്പലം 1 വർഷമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. വന്ന് കണ്ട് തൊഴുതാൽ നമുക്കൊരു ഐശ്വര്യവും ചൈതന്യവും എന്തായാലും കിട്ടും. എനിക്ക് വളരെ ഇഷ്ടമായിട്ട് അവിടെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ഇങ്ങനെ തന്നെയാവും പല മഹാക്ഷേത്രങ്ങളും ഉണ്ടായേക്കണത്. ആദ്യം അധികാരം അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ, പിന്നെ അതിന് പടിപടിയായി ഉയർച്ച വന്നതായിരിക്കും. അങ്ങനെ തന്നെ ഈ അമ്പലത്തിലും ഉയർച്ചകൾ ഉണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുന്നു.